السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമായ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാം അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതത്തെ അല്ലാഹു തആല സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു തആല പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് മുഴുവനും സമാധാനവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഭൗതിക ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ദുരിതങ്ങളുമെല്ലാം ഈ ദുനിയാവിലെ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരാറുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും താണ്ടിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു മുസ്ലിമിന്റെ ആശയമാണ് പ്രതീക്ഷ എന്നുള്ളത്. ആ പ്രതീക്ഷയെ കൈവിടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിലെ സൂറത്തുൽ സുമറിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എന്റെ പ്രിയപ്പെട്ട അടിമകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടുകൂടി നമ്മോട് ചോദിക്കുകയാണ്. അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ജീവിതത്തോട് തെറ്റുകൾ ചെയ്ത ആളുകളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നീ എത്രയെല്ലാം തെറ്റുകൾ ചെയ്താലും എത്രയെല്ലാം ദുരിതങ്ങളോട് കടന്നു പോയാലും എന്തെല്ലാം പ്രയാസങ്ങൾ നീ സൃഷ്ടിച്ചാലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അല്ലാഹുവിന്റെ പ്രതീക്ഷയെ തൊട്ട് നീ ഒരിക്കലും മുറിഞ്ഞു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും മനഃപ്പാഠമാക്കേണ്ടതും ഇതിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. യാ ഇബാദി എന്ന് വിളിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ വിളിക്കുമ്പോ യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ എല്ലാം ഉടയോനത് റബ്ബാണ് എന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തിരിക്കുകയാണ്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ഉടമയുണ്ടാകുന്നു എന്നുള്ളതാണ്. അവന്റെ ആവശ്യങ്ങൾക്കും എല്ലാത്തിനും ആ ഉടയൻ അവന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് അത് നൽകുന്നത്. ഇന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു സ്വഭാവമാണ്, എത്രയൊക്കെ ദുആ ചെയ്തിട്ടും കിട്ടിയില്ല, അതല്ലെങ്കിൽ ദുആ ചെയ്തിട്ട് അല്ലാഹു കേൾക്കുന്നില്ല എന്ന തരത്തിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷയോടെ കാക്കേണ്ടതാണത്. ഞാൻ എത്രയെല്ലാം ചോദിച്ചാലും അല്ലാഹു തആല എനിക്ക് നൽകും, അതിനവസാനമില്ലാത്തവരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഓരോ ദിവസവും ഒരു ദിവസത്തെ പറ്റി മനുഷ്യന് ഓർമ്മയുണ്ടാകണം. അത് മാത്രമല്ല, നമ്മളൊക്കെ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കാറുണ്ടോ, അല്ലെങ്കിൽ പടച്ചവൻ നമ്മളെ അറിയുന്നുണ്ടോ എന്ന തരത്തിലേക്ക് വളരെ താഴ്ന്ന ചിന്തയിലേക്ക് ഒരിക്കലും നമ്മൾ നീങ്ങിപ്പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന വയഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു
വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് നാം തന്നെയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവനോട് ഏറ്റവും അടുത്ത് ഞാൻ നിൽക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരൊറ്റ ആയത്തിൽ മാത്രമല്ല, മറ്റൊരായത്തിൽ കാണാം, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വൈദാ സഅലക ഇബാദി, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൈദാ സഅലക ഇബാദി അന്നി, ഏതെങ്കിലും അടിമ എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഫഇന്നി അഖ്റബു, ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇലാ ദഅൻ. നീ ചോദിച്ചോ, കൊടുക്കാൻ വേണ്ടി പടച്ചവൻ നിന്റെ ഏറ്റവും തൊട്ടടുത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവൻ മന്ത്രിക്കുന്നത് എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാളത്തിനേക്കാൾ ഏറ്റവും അടുത്താണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്നാലൊരു കാര്യത്തെ അവനിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അത് നൽകാതെ, മൂന്നിലൊരു കാര്യം നൽകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയെ ഒരിക്കലും അത്തരത്തിൽ നൽകാതെ തട്ടിയിടുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്ന് കാര്യങ്ങൾ നൽകും. ഒന്ന്, അവൻ ചോദിച്ചത് എന്താണോ, അവൻ ചോദിക്കുന്നു, അല്ലാഹുവിലേക്ക് നല്ലൊരു ഭവനം വേണം, എന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റണം, എന്റെ മക്കൾക്ക് നല്ലതായ ഭാവി നൽകണം എന്നെല്ലാം ദുആ ചെയ്യുമ്പോൾ പടച്ചവൻ അത് അവനിക്ക് നൽകുന്നു. മറ്റൊരർത്ഥത്തിൽ ഇതേ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ആ ചോദിച്ചതിന് ഉത്തരം നൽകാതെ മറ്റൊരർത്ഥത്തിലൂടെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയ ദുരിതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തേത്, നാം ദുആ ചെയ്ത് നമുക്ക് തരികയും ചെയ്തില്ല, അത് മാത്രമല്ല നമ്മളിലേക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ദുരന്തങ്ങളൊന്നും വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാളെ മഹ്ശറാ ലോകത്ത് എല്ലാ മനുഷ്യന്മാരും ഒരു നന്മക്ക് വേണ്ടി നോക്കി നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവൻ ചെയ്ത നന്മകൾക്ക്, ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത ദുആകൾക്ക് അല്ലാഹു തആല നന്മകൾ നൽകുമെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല ആ സമയത്ത് ആലോചിച്ചു പോകുമെന്ന, പടച്ചവരെ നീ ദുനിയാവിൽ എനിക്ക് ഒന്നും തരാതിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. പടച്ചവൻ പറഞ്ഞത് എന്താ? നിങ്ങൾ ചോദിക്കൂ, ഞാൻ തരാമെന്ന. പടച്ചവന് മൂന്നർത്ഥത്തിലൂടെ നമുക്ക് സംരക്ഷണം നൽകും. ഒന്നല്ലെങ്കിൽ ചോദിക്കുന്നതേ കാര്യങ്ങൾ നൽകും, അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവനിലേക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ അല്ലാഹു തആല മാറ്റിവെക്കും, അതല്ലെങ്കിൽ നാളെ മഹ്ശറാ ലോകത്ത് ഈ ദുആ ചെയ്തതിനെല്ലാം പ്രതിഫലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ഓരോ പ്രവാചകന്മാരുടെ ജീവിതം ഒരു പ്രതീക്ഷയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ അതിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന പക്ഷികൾ പോലും കരിഞ്ഞു പോകുമാറ് അത്രയും വലിയ തീ കുണ്ടാരം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിയപ്പെടുമ്പോ മലായികത്തുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചുകൂടെ, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാമെന്ന് പറയുമ്പോ എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് പറയുന്ന, അള്ളാഹുവിൽ പരിപൂർണമായി ബലമേൽപ്പിക്കുന്ന, പടച്ചവന്റെ പ്രതീക്ഷയിൽ, പടച്ചവന്റെ കൽപ്പനകളിൽ പ്രതീക്ഷകൾ വച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു പ്രവാചകന്റെ ചരിത്രമാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചുള്ളതായ പ്രതീക്ഷകൾ മങ്ങാൻ പാടില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. അവിടെ നിന്നും കുറെ ആളുകൾ രക്ഷപ്പെടുത്തുകയും അങ്ങനെ അവസാനം മിസ്രിലേക്ക് എത്തി, അവസാനം അവിടെ ജയിലിലായി, അവസാനം അവിടെ നിന്ന് എത്തിച്ചേർന്ന ആ രാജ്യത്തിന്റെ പരമോന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നപ്പോ ഇതെല്ലാം പ്രതീക്ഷകൾ നൽകുന്ന ഒന്നായിരുന്നു പ്രവാചകന്മാർക്ക്. അവർ എപ്പോഴും പ്രതീക്ഷകളെ കാത്തിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, യാ ബുനയ്യ ദഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റഹ്മത്തില്ലാഹ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയുന്നതാണ്, വലാ തയഅസൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടുള്ളതായ ആശകളെ മുറിയാൻ പാടില്ല. ഒരർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അർത്ഥത്തിലും അവൻ ഭയാശങ്കകൾക്ക് അടിയപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. എപ്പോഴും പ്രതീക്ഷകളെ വേണമെന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ പ്രതീക്ഷയല്ലേ നമ്മളിലേക്ക് നൽകിയത്?
പ്രവാചകനോട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവുകയാണ്. മദീനയിലേക്ക് യസ്രിബിന്റെ പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോ പാതിരാത്രി അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ അതാ കൊട്ട് കേൾക്കുകയാണ്. വാതിലിന്മേൽ കൊട്ട് കേൾക്കുമ്പോ മഹാനായ അബൂബക്കർ തങ്ങൾ വാതിൽ തുറക്കുമ്പോ മുമ്പിൽ നിൽക്കുന്നത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, അബൂബക്കർ തയ്യാറാവുക, അള്ളാഹുവിന്റെ കൽപ്പന എത്തിയിരിക്കുകയാണ്, തയ്യാറാവുക. അങ്ങനെ രണ്ടുപേരും തയ്യാറായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ, മനുഷ്യന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠത്തെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ പ്രവാചകൻ അവിടെ നിന്നും തന്റെ വീട് വളഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്ന് മാറി തന്റെ യസ്രിബിലേക്ക് പോകുമ്പോ അവിടെ പ്രവാചകനെ പിടികൂടി കഴിഞ്ഞാൽ 100 ഒട്ടകം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് മക്കാ കുഫാറുകൾ കാത്തിരിക്കുമ്പോ പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി ആ നാട് മുഴുവനും ആളുകൾ കിടന്ന് ഓടുമ്പോ പ്രവാചകൻ ചെയ്തത് നേരെ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിര നടന്നു പോവുകയല്ല ചെയ്തത്. പ്രവാചകൻ മറ്റൊരർത്ഥത്തിൽ ഒരു തന്ത്രത്തെ മെനയുകയായിരുന്നു. ആ മക്കയിൽ തന്നെ 3 ദിവസം ഒരു ഗുഹയിൽ പോയി ഒളിച്ചു നിന്നുകൊണ്ട് അവരുടെ ആ 3 ദിവസത്തെ തിരച്ചിൽ അവസാനിച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയത്. അത് പ്രതീക്ഷയല്ലേ? പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ തങ്ങളും ആ ഗുഹക്കുള്ളിൽ നിൽക്കുമ്പോ, ആ ഗുഹയുടെ ഉള്ളിലേക്ക് നിൽക്കുമ്പോ അബൂബക്കർ തങ്ങൾ പേടിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂൽ ഇതാ മക്കാ കുഫാറുകൾ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ താഴോട്ടെങ്ങാനയുടെ കാൽപാദങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങാനും പ്രവാചകനെ നമ്മളെ കാണുമോ, നമ്മളെ പിടികൂടുമോ എന്ന ഭയാശങ്കയോടുകൂടി പ്രവാചകനോട് പറയുമ്പോ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ, നിന്റെ ചിന്ത എന്താ? നമ്മൾ രണ്ടുപേരും മാത്രമാണോ ഇവിടെ ഉള്ളത് എന്നാണോ നിന്റെ ചിന്ത? എന്നാൽ വേണ്ട, അല്ലാഹു സാലിസുഹുമാ, പടച്ചവൻ മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അബൂബക്കർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഒരിക്കലും ഭയപ്പെടേണ്ട, നിന്റെ കൂടെ റബ്ബുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുമ്പോ ആ പ്രവാചകൻ ആ ഗുഹയിൽ നിന്ന് തന്റെ യസ്രിബ് എന്ന് പറയുന്ന തന്റെ മറ്റൊരു നാട്ടിലേക്ക് യാത്രയാകുമ്പോ പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് അതാ സുറാഖ വരികയാണ്. 100 ഒട്ടകത്തിന് വേണ്ടി പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി സുറാഖ കുതിരയുമായി പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെ വരുന്നത് കണ്ട് അബൂബക്കർ തങ്ങൾ ഭയാശങ്കയോടെ നിൽക്കുമ്പോ, അബൂബക്കറെ, നീ പേടിക്കേണ്ട, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അബൂബക്കറെ നീ പേടിക്കേണ്ടതില്ല. സുറാഖയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുറാഖ, ഞാൻ യസ്രിബിലേക്ക് പോവുകയാണ്, അവിടേക്ക് ഞാൻ ചെല്ലുന്നതാണ്, അവിടെ ഇസ്ലാമിന്റെ വിത്തുകളെ ഞാൻ പാകുന്നതാണ്. ആ വിത്തുകൾ പാകി അങ്ങനെ അവസാനം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് സുറാഖ എന്ന് പറയുമ്പോ സുറാഖ അന്താളിച്ചു നിൽക്കുമ്പോ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, സുറാഖ, നിന്റെ കയ്യിലേക്ക് കിസ്റ രാജാവിന്റെ കയ്യിൽ അണിയിക്കപ്പെട്ടിരിക്കുന്നതായ തങ്കവളകൾ നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് സുറാഖ, അതിനെപ്പറ്റി നീ ഓർക്കുന്നുണ്ടോ എന്ന പ്രതീക്ഷ നൽകുമ്പോ പ്രവാചകന്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ രാജ്യത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോ എല്ലാ സഹാബാക്കളും മുമ്പിൽ നിൽക്കുമ്പോ ഈ സംഭവം പറയുമ്പോ പ്രവാചകന്റെ അടുക്കൽ ഉമറില്ല, അബൂബക്കർ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് യാത്രയായി. മഹാനായ ഉമർ തങ്ങൾ ആ കൈകളെ എടുത്തുകൊണ്ട് വിളിക്കുകയാണ്, ഐന സുറാഖ, ഐന സുറാഖ, ഐന സുറാഖ. സുറാഖ കടന്നു വരുമ്പോ സുറാഖയുടെ കയ്യിലേക്ക് ഈ തങ്കവളകൾ അണിയിച്ചു കൊടുക്കപ്പെടുമ്പോ ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, ലോകത്ത് ഒരു മനുഷ്യന് മാത്രം നൽകപ്പെടുന്ന അവസരമാണ്. പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല. എന്താ? അവിടെ സുറാഖക്ക് ധരിക്കാം, കാരണം അത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കണം, ഇതെല്ലാം പ്രവാചകൻ നമുക്ക് നൽകുന്നത് ഒരു പ്രതീക്ഷയാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും അള്ളാഹുവിൽ പരിപൂർണമായി നിന്നുകൊണ്ട് പടച്ചവനിലേക്ക് പരിപൂർണമായി വിശ്വാസത്തെ അർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വന്നുകൊണ്ട് പറയും നമ്മോട്, നിങ്ങൾ പേടിക്കേണ്ട, അള്ളാഹു ഞാൻ ദുആ ചെയ്യാൻ പടച്ചവനോട് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാചകമുണ്ട്. എന്താ? ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇനി ഒന്നും മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഹിജറയുടെ ചരിത്രം നമുക്ക് മറ്റൊരു ഓർമ്മ നൽകുന്നുണ്ട്. മഹാനായ അബൂബക്കർ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗുഹയിൽ നിൽക്കുമ്പോൾ അവരെ അല്ലാഹു തആല സംരക്ഷിച്ചത് ഒരു ചിരന്തിയുടെ വലകളെ കൊണ്ടാണെന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഇന്ന അഹ്വൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, ഏറ്റവും മോശപ്പെട്ട വീട് അത് 8 വീടാണെന്നുള്ളതാണ്. ആ 8 ദുർബലമായി ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന 8 വലയെ കൊണ്ടാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെയും അവിടുത്തെ അനുയായിയെയും സംരക്ഷിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. നമ്മൾ അള്ളാഹുവോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുക. എന്താണോ അള്ളാഹു തആല പറയുന്നു, ഒരു അടിമ എന്നെ പറ്റി എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു കാര്യം അള്ളാഹുവോട് ചോദിക്കുമ്പോൾ നമ്മൾ എത്തരത്തിലാണ് ചിന്തിക്കുന്നത്? അള്ളാഹു തരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹു തരിക തന്നെ ചെയ്യും. ഇനി അതല്ല, നമുക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നുമില്ല, ഒരു പ്രത്യേക ഒരു ഹാലിലിരുന്നു കൊണ്ട് ചോദിച്ചു നോക്കാം, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്ന തരത്തിലേക്ക് അത്തരത്തിലാണെങ്കിൽ അത് കിട്ടുകയില്ല എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് പടച്ചവൻ. നമ്മൾ അള്ളാഹു തആല കാരുണ്യമാണെന്ന് വിശ്വസിച്ചാൽ പടച്ചവൻ നമുക്ക് കരുണ ചെയ്തു തരും. നമ്മൾ എന്തർത്ഥത്തിലാണോ പടച്ചവനെ നോക്കിക്കാണുന്നത് ആ അർത്ഥത്തിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓരോ അടിമകളോടും ബന്ധപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസുകളും അള്ളാഹിന്റെ വാക്കുകളെയും എല്ലാം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും പടച്ചവൻ പൊരുത്തപ്പെട്ട് നൽകുമെന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഖുർആൻ എവിടെയും ഓതി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ആയത്താണ് അല്ലാഹു ഗഫൂറുൻ. നമ്മൾ ഫാത്തിഹ നമസ്കരിക്കുമ്പോൾ ആദ്യം ഓതുന്നത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അവൻ പൊറുക്കുന്നവനാണ്, അവൻ കരുണ ചെയ്യുന്നവനാണ് എന്നെല്ലാം നമ്മൾ ഓരോ നമസ്കാരത്തിന്റെ വേളകളിലും നാം ദുആ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ആ അർത്ഥങ്ങളെ അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടാണോ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. എന്ത് പ്രതിസന്ധിയാണെങ്കിലും അവരെ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. പ്രവാചകന്റെ വാളെല്ലാം താഴെ വെച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ ആ വാളെടുത്തുകൊണ്ട് പ്രവാചകന്റെ നേരെ വാൾ ഓങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, മൈ യംനഉക മിന്നി, നിന്നെ എന്നിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്റെ മുമ്പിൽ വാൾ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്റെ ഒരൊറ്റ വീശിയാൽ തന്റെ തല തെറിച്ചു പോകുമെന്നുള്ള ബോധ്യത്തോട് തന്നെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹ് എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ആ നിമിഷം അക്രമിയുടെ കയ്യിൽ നിന്നും ആ വാൾ താഴത്തേക്ക് വീഴുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത്, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം. അള്ളാഹുവിൽ പ്രതീക്ഷ ലഭിച്ചിരിക്കണം. പഴയകാല പണ്ഡിതന്മാരെ മഹാന്മാരെ പറ്റി പറയുന്നുണ്ട്, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം അതൊരു അതിഥിയെ എങ്ങനെയാണോ സൽക്കരിക്കുന്നത് അത്തരത്തിൽ സ്വീകരിക്കുമായിരുന്നു എന്നതാണ്. 3 ദിവസത്തേക്ക് അവർ ഒരു മരുന്നോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യുകയില്ല. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മരുന്നുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത്തരത്തിൽ ചിന്തിക്കുന്നതായ, അത്തരത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പൂർണ്ണമായ ബോധ്യത്തോട് കഴിഞ്ഞിരുന്ന ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് രോഗം വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ അതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ കായം മുള്ളു തറച്ചാൽ അതിന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണ ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് പാപങ്ങൾ പൊരുത്തപ്പെട്ട് നൽകുമെന്നുള്ളതാണ്. അങ്ങനെ ഏതർത്ഥത്തിലും അള്ളാഹുവിലേക്ക് പരിപൂർണമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം, പരിപൂർണമായ പ്രതീക്ഷയോട് കൂടിയായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അള്ളാഹു തആല പറഞ്ഞതാണ്, നിങ്ങൾ വേഗത്തിൽ അള്ളാഹുവിലേക്ക് ആവുക. എന്തിനു വേണ്ടിയിട്ടാ? തൗബ ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നമ്മളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും എന്നെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു തആല പറയുമ്പോഴും നമുക്ക് ഇപ്പോഴും അത്തരത്തിലുള്ളതായ ഒരു ചിന്ത ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ സ്വീകരിക്കാനോ ഒന്നും നമുക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോ എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുമായി പരിപൂർണമായ ബോധ്യം വേണമെന്നും പടച്ചവനിലേക്ക് പരിപൂർണമായ പ്രതീക്ഷ അർപ്പിക്കണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരിക്കലും പടച്ചവന്റെ റഹ്മത്തിനെയും നിഅമത്തിനെയും മറക്കാതിരിക്കുകയും ചെയ്യുക എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ലൈൻ ശകർത്തും ലഅസീദന്നകും, നമ്മളൊക്കെ എല്ലാ വാഹനത്തിലും ഒട്ടിച്ചു വെക്കുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ലൈൻ ശകർത്തും, നന്ദിയുള്ളവനായി കഴിഞ്ഞാൽ ലഅസീദന്നകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ നൽകുമെന്നുള്ളതാണ്. അപ്പൊ അത് എഴുത്തുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ ഒരു കാണാൻ ഭാഗത്തിനോ ഒരു ഇതിനു വേണ്ടി എഴുതി വെക്കേണ്ട വാചകമല്ല. അതിനൊരുപാട് കാര്യങ്ങളെ പഠിക്കാനുണ്ട് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.